ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിപണിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റമാണ് സെബി അടുത്തിടെ അംഗീകരിച്ച ലൈഫ് സൈക്കിൾ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ എന്താണ് ഈ ലൈഫ് സൈക്കിൾ മ്യൂച്വൽ ഫണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പ്രായം മാറുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു നിക്ഷേപത്തിലെ റിസ്ക് സ്വയം ക്രമീകരിക്കുന്ന തരത്തിൽ മ്യൂച്വൽ ഫണ്ടുകളെ ലൈഫ് സൈക്കിൾ എന്ന പേരിൽ ക്ലാസിഫൈ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇതൊരു ടാർഗറ്റ് ഇയർ മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇൻവെസ്റ്റർ ഇടപെടാതെ തന്നെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്ററുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നിക്ഷേപ രീതി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു സിംഗിൾ മ്യൂച്വൽ ഫണ്ടാണ്. അതിൻ്റെ ഒരു പേരിൽ തന്നെ ഒരു റിട്ടയർമെൻറ്റ് വർഷം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈഫ് സൈക്കിൾ ഫണ്ട് 2045, ലൈഫ് സൈക്കിൾ ഫണ്ട് 2055 എന്നീ രീതിയിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ഇയർ ഏതാണോ അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് അസറ്റ് അലോക്കേഷനാണ്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഈ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ ഭൂരിഭാഗവും സ്റ്റോക്കുകളിൽ തന്നെയാണ് നിക്ഷേപിക്കുക. എന്നാൽ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ നമ്മുടെ ആ റിട്ടയർമെൻറ്റ് സമയം അടുക്കും തോറും റിസ്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഡെറ്റ് ഫണ്ടുകളിലേക്കും ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഫണ്ടുകളിലേക്കും മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ മാർക്കറ്റ് എപ്പോൾ കയറുന്നു അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങുന്നു എന്ന് നോക്കി നമ്മുടെ പോർട്ട്ഫോളിയോ മാറ്റാൻ സമയമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഓരോ പ്രായത്തിലും എത്ര ശതമാനം സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യണം, എത്ര ശതമാനം ബോണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നതൊക്കെ ഒരു ഇൻവെസ്റ്റർ തല പുകഞ്ഞ് ആലോചിക്കേണ്ടി വരില്ല. ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി അത് ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടേ ഇരുന്നുകൊള്ളും. കാരണം നമുക്കറിയാം, നമ്മുടെ ഏജ് കൂടുന്നതോടുകൂടി വലിയ നഷ്ടങ്ങൾ താങ്ങാനുള്ള ശേഷി നമുക്ക് കുറഞ്ഞു വരും. ഉദാഹരണത്തിന്, നമ്മൾ റിട്ടയർ ആകുന്നതിന് 2 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ മാർക്കറ്റ് വലിയ ക്രാഷിലേക്ക് പോയി എന്ന് കരുതുക. 3-4 വർഷം മാർക്കറ്റ് ആ ക്രാഷിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണെന്നും കരുതുക. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മൊത്തം സമ്പാദ്യത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് സൈക്കിൾ ഫണ്ട് ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രായമാകുമ്പോൾ അത് സേഫായിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ അപകട സാധ്യതകൾ കുറക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു സംഭവം ഫണ്ട് മാനേജർക്ക് തോന്നും പോലെ അത് ചെയ്യാൻ കഴിയില്ല. സെബി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ അത്തരം അസറ്റ് അലോക്കേഷൻസ് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെബിയുടെ ഈ ഒരു പുതിയ വിജ്ഞാപനം വന്നതോടുകൂടി ഇന്ത്യയിലെ പ്രമുഖ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെല്ലാം ഇത്തരം ഫണ്ടുകൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫണ്ട് ഹൗസിന് പരമാവധി 6 ലൈഫ് സൈക്കിൾ ഫണ്ടുകൾ മാത്രമേ ഒരേ സമയം വിപണിയിൽ ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 2030-ൻ്റെത്, 2035-ൻ്റെത്, 2040, 2045, 2050, 2055 എന്നിങ്ങനെ ആ ഒരു ടാർഗറ്റ് ഇയർ വെച്ചുകൊണ്ട് അവർക്ക് ഈ ലൈഫ് സൈക്കിൾ ഫണ്ടുകൾ ഇറക്കാവുന്നതാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത, ഇവിടെ എക്സിറ്റ് ലോഡ് കുറച്ച് അധികമായിരിക്കും. കാരണം ലോങ് ടേം നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവർ നേരത്തെ പണം പിൻവലിച്ചാൽ ഒരുപക്ഷെ ഉയർന്ന എക്സിറ്റ് ലോഡ് വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 3%-ത്തിനടുത്തൊക്കെ ഈടാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി ഏറ്റവും ചുരുങ്ങിയത് 5 വർഷവും മാക്സിമം 30 വർഷം വരെയുള്ള ഒരു കാലാവധിയുള്ള ഫണ്ടുകളായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു അലോക്കേഷൻ നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഏർലി ഏജിൽ, ഇപ്പോൾ 20-30 വർഷത്തിൻ്റെ ആ ഒരു ഏജിലാണ് ഈ ഫണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു 80-90% സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. 10-20% വരെ ഡെറ്റ് ഫണ്ടുകളിലുമായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. അതുപോലെ നമ്മൾ കൂടുതൽ ഏജ് ആകുന്നതോടെ നമ്മളൊരു മിഡ് കരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഉണ്ടാകുക. അവിടെ 50-60% വരെ ഈക്വിറ്റിയിലും 40-50% വരെ ഡെറ്റിലും എന്ന രീതിയിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. എന്നാൽ നമ്മുടെ റിട്ടയർമെൻറ്റിനോട് അടുത്ത് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഫണ്ട് മാനേജേഴ്സ് നോക്കുന്നത് നമ്മുടെ സുരക്ഷയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈക്വിറ്റിയുള്ള എക്സ്പോഷർ ഗണ്യമായിട്ട് കുറക്കുകയും അത് 10-20% ഒതുക്കി നിർത്തുകയും ഡെറ്റ് 80-90% ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ആ ഒരു സ്വഭാവം മാറുന്നു എന്നതാണ് ഈ ലൈഫ് സൈക്കിൾ ഫണ്ടുകളുടെ പ്രാധാന്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം, എന്തിന് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിനെ ആശ്രയിക്കേണ്ട ആവശ്യം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമല്ലോ, പ്രത്യേകിച്ച് ETF-കളിൽ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചേക്കാം. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റർ, അദ്ദേഹത്തിന് മാർക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം അറിവും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് റിസർച്ച് നടത്താനുള്ള അത്യാവശ്യം സമയമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ETF പോർട്ട്ഫോളിയോ ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ലൈഫ് സൈക്കിൾ ഫണ്ടിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ETF പോർട്ട്ഫോളിയോ എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ETF-ഉം മ്യൂച്വൽ ഫണ്ടുകളും തമ്മിൽ ചില അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് ETF-കൾക്ക് എക്സ്പെൻസ് റേഷ്യോ കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ നൽകാൻ ETF-കൾക്ക് സാധിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഏത് സെക്ടറിൽ നിക്ഷേപിക്കണം, എപ്പോൾ വിൽക്കണം എന്നതിനൊക്കെ കൃത്യമായ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. മറ്റതുപോലെ എക്സിറ്റ് ലോഡോ അതേപോലെ ലോക്കിംഗ് പീരീഡോ അവിടെ ഇല്ല. എന്നാൽ ഇവിടെ ചില പ്രതികൂല ഘടകങ്ങൾ ETF-ലുള്ളത്, ഒന്ന്, ഓരോ വർഷവും നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മളിതിനെ റീബാലൻസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മ്യൂച്വൽ ഫണ്ടുകളിൽ അത് നിർബന്ധമില്ല. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ETF-നേക്കാൾ ഉള്ളത്, നമ്മൾ മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് വിൽപ്പന നടത്താനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കാരണം അവിടെ നമ്മൾ ലോക്ക് ആയതുകൊണ്ട് നമുക്കത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അത് വിൽക്കാനും വാങ്ങാനും കഴിയില്ല. അപ്പോൾ ഏതായാലും നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ETF പോർട്ട്ഫോളിയോ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ ഒരു ലൈഫ് സൈക്കിൾ മ്യൂച്വൽ ഫണ്ടിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്കായി, ഇപ്പോൾ 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, ഈ രീതിയിൽ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് എങ്ങനെയായിരിക്കണം ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ETF-കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ നിർമ്മിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ പ്രായത്തിലുള്ള റിസ്ക് എടുക്കാനുള്ള കഴിവും അതേപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളിനെ ബേസ് ചെയ്തുമാണ് ഈ ഒരു മോഡൽ പോർട്ട്ഫോളിയോയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു 20 ഇയേഴ്സിൻ്റെ ഏജ് ഗ്രൂപ്പിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരൊരു അഗ്രസീവ് ഗ്രോത്ത് കാറ്റഗറിയിൽ പെടുന്നവരാണ്. ആ ഒരു പ്രായത്തിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ ഇനിയും കുറേ കാലം മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് എടുത്തിട്ട് വലിയ ലാഭം കൊയ്യാൻ സ്വാഭാവികമായിട്ട് ഈ പ്രായത്തിലുള്ളവർക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അവരൊരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ അതിൽ ലാർജ് ക്യാപ്പ് ETF, പ്രത്യേകിച്ച് നിഫ്റ്റി 50 ETF നമുക്ക് ഒരു 40% അലോക്കേഷൻ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതേപോലെ നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു കാറ്റഗറി നിഫ്റ്റി മിഡ് ക്യാപ്പ് 150യും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250യും രണ്ടും കൂടി 40% നമുക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ETF-കളെ കുറിച്ചും ആലോചിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നാസ്ഡാക്ക് 100 ETF പോലെയുള്ള ETF-കൾ പരിശോധിക്കാവുന്നതാണ്. അതേപോലെ ഒരു 5% ഗോൾഡിലും ലിക്വിഡ് ഫണ്ടുകളിലും നമുക്ക് മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും റിസ്ക് എടുക്കാൻ സമയമുള്ളതിനാൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്റർനാഷണൽ ETF-കളും ഈ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു കാറ്റഗറിയാണ്. ഇനി 30 ഇയേഴ്സിൻ്റെ ഏജിലുള്ളവർക്ക്, 30 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുടുംബം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കുറേ റെസ്പോൺസിബിലിറ്റി വരുന്ന ഒരു സമയമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പോർട്ട്ഫോളിയോ വളർച്ചയ്ക്കൊപ്പം ഒരു സ്ഥിരതയും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പ് എക്സ്പോഷർ അത് നിലനിർത്തുന്നത് മാത്രമല്ല, അത് കുറച്ചുകൂടി ഉയർത്തുന്നത് നല്ലതായിരിക്കും. അവിടെ ഒരു 50% നമുക്ക് നിഫ്റ്റി 50 ETF-കളെ അല്ലെങ്കിൽ സെൻസെക്സ് ETF-കളെ ആശ്രയിക്കാവുന്നതാണ്. അതുപോലെ മിഡ് ക്യാപ്പ് 150-ൽ നമ്മൾ 25%, അതുപോലെ നെക്സ്റ്റ് 50 ETF-ൽ ഒരു 15% ആഡ് ചെയ്തുകൊണ്ട് സ്മോൾ ക്യാപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണിത്. ഇവിടെയും ഗോൾഡും ഡെറ്റിലും നമ്മളൊരു 10% അതിൻ്റേതായ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതും ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ പോർട്ട്ഫോളിയോയുടെ ഏകദേശം പകുതി ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് നിലനിർത്തിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വളർച്ചയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കൂടുതൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളെയാണ്. ഇനി 40 വർഷത്തിന് മുകളിലുള്ള ഒരു മോഡറേറ്റ് റിസ്ക് ലെവലിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ 40 വയസ്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയ സമയമായിരിക്കും അത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും റിസ്ക് കുറക്കാനും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കൂടുതലായിട്ട് നടത്തേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലാർജ് ക്യാപ്പിൻ്റെ എക്സ്പോഷർ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ 30 വയസ്സുള്ളവർക്ക് 50% ആണെങ്കിൽ ഇവിടെ 60% അത് ഉയർത്തുകയാണ്. അപ്പോൾ ഇവിടെ മിഡ് ക്യാപ്പിൽ 15%, അതുപോലെ ഡെറ്റ് ബോണ്ടുകളിലൊക്കെ 15%, ഗോൾഡ് സിൽവറിലൊക്കെ 10%-ആയിട്ട് നമ്മുടെ എക്സ്പോഷർ മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മളെ മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റിയെ മാനേജ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോൾഡിലും ഡെറ്റിലുമൊക്കെ ഏകദേശം 25%-ഓളം എക്സ്പോഷർ ഉള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് ആ വളറ്റിലിറ്റിയെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി 50 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം റിട്ടയർമെൻറ്റ് ഏജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളില്ലാതെ നോക്കേണ്ടതുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറ്റ് ബോണ്ടുകളിലൊക്കെ എക്സ്പോഷർ കൂട്ടേണ്ടതുണ്ട്. ഈക്വിറ്റി നിഫ്റ്റി 50 ETF-കളിൽ നമ്മൾ 45% നിജപ്പെടുത്തിക്കൊണ്ട് ഡെറ്റിലും ബോണ്ടുകളിലും 35% എക്സ്പോഷർ കൂട്ടിക്കൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. കൂടാതെ ഗോൾഡിൽ 15%, നേരിയൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് മിഡ് ക്യാപ്പ് 150 ETF-ൽ 5%-എങ്കിലും ഒരു എക്സ്പോഷർ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നല്ലതാണ്. അപ്പോൾ ഇത്തരമൊരു പോർട്ട്ഫോളിയോയുടെ ഒരു പ്രത്യേകത, മാർക്കറ്റ് വലിയ തോതിൽ ക്രാഷ് ആയാൽ പോലും
ഏകദേശം പകുതിയോളം നമ്മുടെ ക്യാപിറ്റൽ ബോണ്ടുകളിലും ഗോൾഡിലുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുറച്ചൊക്കെ സേഫ്റ്റി നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഏറ്റവും ഫൈനലായിട്ട് 60 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു ഘട്ടത്തിൽ റിട്ടയർമെൻറ്റ് ചെയ്ത ഒരു പ്രായമായിരിക്കും. അപ്പോൾ അവിടെ നിലവിലുള്ള നിക്ഷേപത്തിൽ നിന്ന് സ്ഥിരമായ വരുമാനവും അതിൻ്റെ പ്രൊട്ടക്ഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡെറ്റ് ലിക്വിഡ് ETF-കളിലേക്കൊക്കെ 50% എക്സ്പോസറാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഈക്വിറ്റി എക്സ്പോഷർ പരമാവധി കുറച്ചിട്ട് അത് ലാർജ് ക്യാപ്പിൽ മിതപ്പെടുത്തിക്കൊണ്ട് 30% നമുക്ക് ലാർജ് ക്യാപ്പിൽ എക്സ്പോഷർ ഉപയോഗിക്കാം. ബാക്കിയുള്ളത് ഗോൾഡിലേക്കും 20% അലോട്ട് ചെയ്തുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും ഇത്. ഇപ്പോൾ 60 അബവ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഏത് സമയം പിൻവലിക്കാൻ രീതിയിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് അലോക്കേഷനാണ് നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റികൾക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. ഈക്വിറ്റിയിലെ എക്സ്പോഷർ ഇവിടെ 30% കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവിടെ വെൽത്ത് ക്രിയേഷനോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ലാർജ് ക്യാപ്പിൽ അത് തന്നെ 30% മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ബാക്കി 70% ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഏതായാലും ETF പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ETF-കളുടെ എക്സ്പെൻസ് റേഷ്യോ ചെക്ക് ചെയ്യണം. അത് വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് സെലക്ട് ചെയ്യുക. കൂടാതെ ലിക്വിഡിറ്റി ഹൈ വോള്യൂം ട്രേഡ് ചെയ്യുന്ന ETF-കൾ മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ പരിശോധിച്ചുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് സൈക്കിൾ ETF-കളെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.